ഞാൻ പറഞ്ഞത്. ഞാൻ അഭിനയിച്ച കഥാപാത്രങ്ങളിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല കഥാപാത്രങ്ങളാണ് എനിക്കും ഇഷ്ടപ്പെട്ടത്. ഒരുപാട് സിനിമകളുണ്ട്. നമുക്ക് ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുമ്പോൾ മമ്മൂട്ടി അതിന് ഉത്തരം പറയാത്തതിന്റെ കാരണം തന്നെ അതാണ്. പല സിനിമകളിലും നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഇതാണ് നല്ലത് അതാണ് നല്ലത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മനസ്സിൽ ഓമനിച്ച ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഉണ്ടാവാം. വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മനസ്സിൽ. നിങ്ങള് നമ്മുടെ അച്ഛനും മോനുമായിട്ട് അഭിനയിച്ച വേഷം തന്നെ ഒരു നല്ല കഥാപാത്രമാണ്. തീർച്ചയായിട്ടും വേഷം എന്ന് പറയുന്ന സിനിമയില് ഒരു നല്ല കഥാപാത്രം. അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത്. കാരണം ഞാനും കൂടെ ആ സിനിമയിലുണ്ടല്ലോ. അതിനുമ്പ് ഇന്നസെന്റേറ്റിനോട് ഒരു ചോദ്യം കൂടി. പഴശ്ശിരാജാവിനെ കുറിച്ച് എന്താണ് ഇന്നസെന്റേറ്റിന് പറയാനുള്ളത്? പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ ഇവിടെ റിലീസ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ച് വളരെയധികം ആളുകൾ കാണുകയും ഇനി ഒരുപാട് ദിവസങ്ങൾ കളിക്കാൻ പോകുന്നൊരു സിനിമയാണ്. അദ്ദേഹം ചരിത്ര പുരുഷനായിട്ട് അഭിനയിച്ച ആ ഒരു വലിയ നടന്റെ എല്ലാ കഴിവുകളും അദ്ദേഹം ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ലെങ്കിലും എന്റെ മകൻ കണ്ടു, എന്റെ ഭാര്യ കണ്ടു, എന്റെ കുടുംബം കണ്ടു. ഞാൻ ചെന്നു കഴിഞ്ഞാൽ ഉടനെ, കാരണം ടിക്കറ്റ് കിട്ടാനില്ല, അതുകൊണ്ടാണ് കാണാതിരുന്നത്. നമുക്ക് എന്റെ ഒരു ചോദ്യം, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്നസെന്റേട്ടൻ ചോദിച്ചു ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം. ഒരുപാട് പേരോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ മമ്മൂക്കടുത്ത് ചോദിക്കുന്നത്, മമ്മൂക്ക ഇതുവരെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ ഇനിയും എനിക്ക് കുറെ കൂടെ നന്നായി ഒരിക്കൽ കൂടി അവതരിപ്പിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും കഥാപാത്രങ്ങളുണ്ടോ? ഒരിക്കൽ കൂടി അവതരിപ്പിക്കാൻ ഇനി കാലമില്ല. ഞാൻ അഭിനയിച്ച എല്ലാ സിനിമകളും ഇനിയും നന്നായിട്ട് അഭിനയിച്ചാക്കൊള്ളാന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി ഒരു 10-30 വർഷം വരെ എന്നെ സഹിക്കുമോ? വെരി വെൽ സർ, വെരി വെൽ. സിദ്ദിഖെ, നമ്മൾ വിചാരിച്ച വഴിയിൽ ഇദ്ദേഹം വരുന്നില്ല, നമുക്ക് പിരിയാം. അതിനുമുമ്പ് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. ഈ സിദ്ദിഖിന്റെ ഈ താടി മീശയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ഇന്നസെന്റേറ്റിന് ഒരു വാക്ക് പറയണം. ഞാനൊന്നും പറയുന്നില്ല. കാരണം വല്ല നേരം പോക്കിനും എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചിരിച്ചു എന്ന് വരും. പക്ഷെ നാട്ടിൽ ചെന്നാൽ ഇയാൾ എനിക്ക് പ്രായമായി വരികയാണ്. എനിക്ക് അതുകൊണ്ടല്ല ഇന്നസെന്റേട്ടൻ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാത്തത്. ഇന്നസെന്റേട്ടന് താടിയില്ല മീശയില്ല, പിന്നെ എങ്ങനെയാ പറയുന്നത്? എനിക്കിത് രണ്ടും ചേർന്ന് എന്റെ ഉണ്ട്. അല്ല, ഇത് ഏത് ചിത്രത്തിന് വേണ്ടിയാണെന്ന് സിദ്ദിഖിനൊന്ന് പറയാം. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്ന ചട്ടമ്പി നാട് എന്ന സിനിമയ്ക്ക് വേണ്ടി ഈ മീശയൊക്കെ പിരിച്ച് കയറ്റി വെച്ചിരിക്കുന്നത് അവസാനം മമ്മൂക്കയുടെ അടി കൊള്ളാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോ സൂചിപ്പിച്ചതുപോലെ, മമ്മൂക്ക സൂചിപ്പിച്ചതുപോലെ തികച്ചും എന്റർടൈനിങ് ആയിട്ടുള്ള കുറേയേറെ നിമിഷങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അരങ്ങേറാൻ പോകുന്നത്. അതിൽ സ്കിറ്റ്സ് ഉണ്ട്, ഡാൻസസ് ഉണ്ട്, സോങ്സ് ഉണ്ട്. അതെല്ലാം മമ്മൂക്കയുടെ ഫിലിംസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, കോറിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. ഈ വിരുന്നിൽ എല്ലാവരും നിങ്ങളുടെ മനസ്സുകൊണ്ട് പങ്കെടുക്കുക, അതിന് വേണ്ട ആശീർവാദങ്ങൾ നൽകുക, അംഗീകാരങ്ങൾ നൽകുക. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം. നമ്മുടെ സ്വന്തം മമ്മൂക്ക.